നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒരു സംഖ്യയെ റിവേഴ്സ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ്, C++ പ്രോഗ്രാമാണ്. സോ നമ്മൾ 123 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണമായി നമ്മൾ 123 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടായി 321 ലഭിക്കണം. സോ ഇങ്ങനെ ഒരു സംഖ്യയെ നമുക്ക് എങ്ങനെ റിവേഴ്സ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ പഠിക്കുന്നത്. സോ നമുക്ക് ആദ്യമായി 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. നമ്മുടെ എൻ്റർ ചെയ്യുന്ന നമ്പർ സ്റ്റോർ ചെയ്യുന്നതിന് n, അതുപോലെ നമ്മുടെ റിവേഴ്സ് ചെയ്ത നമ്പർ സ്റ്റോർ ചെയ്യുന്നതിന് REV, ഇതിൻ്റെ ഇനീഷ്യൽ വാല്യൂ നമ്മൾ 0 കൊടുക്കുന്നു. അതുപോലെ നമുക്കൊരു റിമൈൻഡർ സിസ്റ്റം സ്റ്റോർ ചെയ്യുന്നതിന്, സംഖ്യയുടെ സിസ്റ്റം സ്റ്റോർ ചെയ്യുന്നതിന് ഒരു REM എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യുന്നു. സോ ഇവിടെ കോമ കൊടുക്കുക. ശേഷം നമ്മൾ 3 വേരിയബിൾ ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു, എൻ്റർ എ നമ്പർ. ശേഷം നമ്മൾ അത് n എന്ന് പറയുന്ന ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ശേഷം നമ്മൾ n എന്ന് പറയുന്ന ഈ വേരിയബിളിലോട്ട് അത് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ n എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ എൻ്റർ ചെയ്ത സംഖ്യയുണ്ട്. സോ നമ്മൾ ആദ്യമായി ഒരു വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. സോ ആദ്യമായി n 0 അല്ലെങ്കിൽ എൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നതാണ്. സോ n-ൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നു. n നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാം നോക്കാം. സോ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് റിമൈൻഡർ കാണുകയാണ്. സോ REM ഈക്വൽ ടു നമ്മൾ n മോഡുലസ് 10, n-നെ 10 കൊണ്ടായിരിക്കുന്നു. 10 കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ റിമൈൻഡർ നമ്മൾ ഈ REM എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. ഉദാഹരണമായി നമ്മൾ 123 എൻ്റർ ചെയ്തതെങ്കിൽ നമ്മൾ 123-നെ 10 കൊണ്ട് ഹരിക്കുന്നു. 10 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 3 ലഭിക്കുന്നു. ഓക്കെ, ഈ 3 നമ്മൾ REM എന്ന് പറയുന്ന വേരിയബിളിൽ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. REM ഈക്വൽ ടു 3. ഓക്കെ, ഇപ്പോൾ REM നമുക്ക് 3 ലഭിച്ചു. അതിനുശേഷം റിവേഴ്സ് നമ്പർ ഈക്വൽ ടു REV ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ. റിവേഴ്സ് നമ്പർ ഇപ്പോൾ ഉള്ളത് 0 ആണ്. സോ 0 ഇൻറ്റു 10 0 ലഭിക്കും, പ്ലസ് REM-ൽ ഇപ്പോൾ ഉള്ളത് 3 ആണ്. സോ നമുക്ക് ഫൈനലി റിവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ വൈൽ ലൂപ്പ് റൺ ആയി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സിൽ 3 ലഭിക്കുന്നു. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ 123-നെ നമ്മൾ ഇനി 12 ആക്കേണ്ടതുണ്ട്. 12 ആക്കണമെങ്കിൽ വളരെ ഈസിയായി നമുക്ക് 10 കൊണ്ട് ഇതിനെ ഹരിച്ചാൽ മതി. 10 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ n ഡിവിഷൻ ഈക്വൽ ടു 10 എന്ന് കൊടുക്കുന്നു. ഇതിനർത്ഥം നമുക്കറിയാം n ഈക്വൽ ടു n/10 എന്നതിന് തുല്യമാണ്. ഓക്കെ, സോ n ഈക്വൽ ടു n/10 എന്നതിന് തുല്യമാണ് n ഡിവിഷൻ ഈക്വൽ ടു 10 എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 12 എന്ന് പറയുന്ന സംഖ്യയാണ് വരുന്നത്. സോ ആ 12-നെ വീണ്ടും നമ്മൾ 10 കൊണ്ടായിരിക്കുന്നു. അപ്പോൾ നമുക്ക് 2 എന്ന് പറയുന്ന സിസ്റ്റം ലഭിക്കുന്നു. സോ ആ 2 നമ്മൾ REM എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. സോ ഇപ്പോൾ റിവേഴ്സിൽ ഓൾറെഡി 3 ഉണ്ട്. സോ ആ 3 ഇൻറ്റു 10 ഇവിടെ നമ്മൾ 3 ഇൻറ്റു 10 എന്ന് ചെയ്യുന്നു, ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നു. സോ 3 ഇൻറ്റു 10 പ്ലസ് നമുക്ക് ഇപ്പോൾ കിട്ടിയ റിമൈൻഡർ, അതായത് നമ്മുടെ 2 കൊടുക്കുന്നു. സോ ഇപ്പോൾ ഫൈനലി നമുക്ക് 30 പ്ലസ് 2 32 നമുക്കിപ്പോൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 32 ലഭിക്കുന്നു. നമുക്ക് മൂന്നാമത്തേലോട്ട് വരാം. സോ മൂന്നാമത്തേലോട്ട് നമുക്ക് ഇവിടെ n ഈക്വൽ ടു n/10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ലഭിക്കുന്നു. സോ 1/10 നമുക്ക് 1 ലഭിക്കുന്നു. സോ മൂന്നാമത്തെ ലൂപ്പിൽ നമുക്ക് 1 ലഭിക്കുന്നു. സോ REM നമുക്ക് ഇവിടെ 1 ലഭിക്കുന്നു. പിന്നെ ഇവിടെ റിവേഴ്സ് കാൽക്കുലേഷനിൽ വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് ഇൻറ്റു 10 ലഭിക്കുന്നു. സോ 32 ഇൻറ്റു 10 പ്ലസ് നമ്മുടെ 1, നമ്മുടെ ഇപ്പോഴത്തെ റിമൈൻഡറായ 1 അതിനോട് കൂടെ കൂട്ടുന്നു. സോ 32 ഇൻറ്റു 10 320 ലഭിക്കുന്നു. 320 പ്ലസ് 1 നമുക്ക് 321 ലഭിക്കുന്നു. പിന്നെ നമ്മൾ n ഈക്വൽ ടു n/10 ചെയ്യുന്നു. സോ n ഈക്വൽ ടു n/10 ചെയ്ത് കഴിഞ്ഞാൽ ഉദാഹരണമായി n-ൽ ഇപ്പോൾ ഉള്ളത് 1 ആണ്. സോ 1/10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിൻ്റുള്ള സംഖ്യ ആയിരിക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇത് ഇൻറ്റിജർ ആയതുകൊണ്ട്, സോ ഇത് ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ 0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ വൈൽ ലൂപ്പ് ഇവിടെ സ്റ്റോപ്പ് ആവുന്നു. സോ നമുക്ക് 321 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. ആ റിസൾട്ട് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാം. Cout REV എന്ന് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു, റിവേഴ്സ് നമ്പർ പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്ത് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ നമ്മളോട് ആദ്യമായി ഇവിടെ നമ്മളിവിടെ സെമിക്കോളൻ കൊടുത്തിട്ടില്ല. സെമിക്കോളൻ കൊടുക്കുക, സേവ് ചെയ്യുന്നു, നമ്മൾ റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ നമ്മളോട് നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നു. സോ നമ്മൾ ആദ്യമായി 1 2 3 എൻ്റർ ചെയ്യുന്നു. സോ നമുക്ക് 321 ലഭിക്കുന്നു. ഓക്കെ, ഇതുപോലെ റിവേഴ്സ് ചെയ്ത നമ്പർ 321 ലഭിക്കുന്നു. നമുക്ക് ഒന്നും കൂടി എൻ്റർ ചെയ്യാം. സോ ഞാനിവിടെ 876 എൻ്റർ ചെയ്യുന്നു. സോ എനിക്കിവിടെ നിങ്ങൾക്കിവിടെ കാണാം 678 ലഭിക്കുന്നു. 876 ആണ് നമ്മൾ എൻ്റർ ചെയ്തത്, അത് റിവേഴ്സായി 678 ലഭിക്കുന്നു. നമുക്ക് മറ്റൊരു നമ്പർ കൂടി എൻ്റർ ചെയ്യാം. ഞാനിവിടെ 5673 എൻ്റർ ചെയ്യുന്നു. സോ എനിക്കിവിടെ 3765 എന്ന് റിവേഴ്സ് ചെയ്ത് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ വളരെ ഈസിയായി നമുക്ക് ഒരു നമ്പർ റിവേഴ്സ് ചെയ്യുന്നതിനുള്ള C++ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.